അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ടൊരു ടിക്കാണ്. ടിക്ക മാത്രമല്ല, അതിൻ്റെ മസാല അതെന്താന്നുള്ളത് നമുക്ക് വയ്യെ കാണാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് വേണം. ആദ്യം തന്നെ ഉള്ളി, പിന്നെ ക്യാപ്സിക്കം. ഇവ രണ്ടും കൂടി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിടാ ഇതേപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് 1/2 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നല്ല കട്ടി തൈര്, അതായത് പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി സ്ക്യൂസ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂണോളം കടലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തിക്നെസ്സിന് കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാമോളം പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോട്ടലി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പതിയെ ചെയ്യണം, കാരണം നമ്മൾ പനീർ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റിക്സ് വേണം. അതെടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മളിത് നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വലിയ രീതിയിൽ ഉള്ളി കട്ട് ചെയ്തെടുക്കണമെന്ന്, അത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഉള്ളി, പിന്നെ ക്യാപ്സിക്കം, പിന്നെ പനീർ, അങ്ങനെ ഇതേപോലെ സ്റ്റിക്കാക്കി എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഓരോന്നോരോന്നും നമുക്ക് ഇതേപോലെ സ്റ്റിക്കാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ടോട്ടലി 5 സ്റ്റിക്കാണ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, കാരണം നമ്മളിവിടെ ടിക്കയാണല്ലോ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ പുകയിൻ്റെ ചൊയയും പിന്നെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൻ്റെ മേലെ കുറേശ്ശെ ഓയിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറം മറിച്ചിട്ടിട്ട് മുഴുവനും ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കായതിനു ശേഷം നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. സോ ടിക്ക ഉണ്ടാക്കുന്ന ഒതൻറ്റിക് രീതി എന്ന് പറയുന്നത് കണലിൽ പൊള്ളിച്ചെടുക്കുക എന്നതാണല്ലോ. സോ അത് നമുക്കിവിടെ പ്രിഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇതേപോലെ പൊള്ളിച്ചെടുത്താൽ മതി. അപ്പം നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പം നമ്മളെ ടിക്ക ഓൾറെഡി സെറ്റായി. ഇനി ഇതിന് കുറച്ചുകൂടി ഒരു പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റിക്കുമൊന്നും ഇതേപോലെ എടുത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് ഉള്ളിയും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ പനീർ ഇഷ്ടപ്പെടാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഞാനിത് പ്രിഫർ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിന് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടുന്നത് ആ ഒരു ക്യാപ്സിക്കവും പിന്നെ ആ ഉള്ളിയും കൂടി കടിക്കുമ്പോഴാണ്. പൊതുവേ പനീർ കഴിക്കുന്ന സമയത്ത് ഒരു ഫ്ലേവറൊന്നും കിട്ടാത്തതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം കൊയസ് റെസിപ്പി.